കേന്ദ്ര ബജറ്റിൽ കേരളത്തിനെ അവഗണിച്ചതിൽ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തോടുള്ള അവഗണന വ്യക്തമായി. കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങളൊന്നും അംഗീകരിച്ചില്ല. എന്താണ് കേരളത്തിനുള്ള അയോഗ്യതയെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. കോൺഗ്രസ് ബി.ജെ.പിയുടെ ബി ടീമായി മാറി. 10 വർഷക്കാലം അധികാരമില്ലാത്തതിന്റെ അസ്വസ്ഥത മൂലം ചിലർ കേരളത്തിൽ കടുത്ത വർഗീയത പ്രചരിപ്പിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. LDFന്റെ നേതൃത്വത്തിലുള്ള വികസന മുന്നേറ്റ ജാഥ കുമ്പളയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. കേന്ദ്ര ബജറ്റിലെ അവഗണനയോടെ കേന്ദ്രത്തിന് കേരളത്തോടുള്ള മനോഭാവത്തിൽ ഒരു മാറ്റവുമില്ലെന്ന് വ്യക്തമായതായി മുഖ്യമന്ത്രി പറഞ്ഞു. ബജറ്റിൽ കേരളത്തിന്റെ ആവശ്യങ്ങളൊന്നും അംഗീകരിച്ചില്ല. കേന്ദ്ര അവഗണനയെ വാക്കിലോ നോക്കിലോ വിമർശിക്കാൻ പ്രതിപക്ഷം തയ്യാറാവുന്നില്ല. അതിവേഗ റെയിൽ വേണമെന്ന ആശയം വന്നപ്പോൾ തന്നെ എതിർക്കുന്ന നിലപാടായിരുന്നു കോൺഗ്രസും ലീഗും സ്വീകരിച്ചത്. എയിംസ് അനുവദിക്കണമെന്ന ആവശ്യം വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ്. കിനാരൂരിൽ ആവശ്യമായ സ്ഥലമൊരുക്കിയെങ്കിലും ഇത്തവണയും അവഗണിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ന് ബജറ്റിൽ കേരളത്തെക്കുറിച്ചൊന്നും പറയാൻ ധനമന്ത്രിക്കുണ്ടായില്ല. ഇപ്പോൾ ഇന്ന് അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തിൻ്റെ പ്രധാന ആവശ്യങ്ങളൊന്നും പരാമർശിച്ചതേയില്ല. കടലാമയെ സംരക്ഷിക്കാനുള്ള ഒരു ഭാഗം നല്ല നിലക്ക് പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന് കേരളത്തോടുള്ള മനോഭാവത്തിൽ ഒരു മാറ്റവുമില്ല എന്ന് തന്നെയാണ് ഇന്ന് അവതരിപ്പിച്ച ബജറ്റ് വ്യക്തമാക്കുന്നത്. കോൺഗ്രസ് ബി.ജെ.പിയുടെ ബി ടീമായി മാറി. കോൺഗ്രസ് സഹായത്തോടെയാണ് പല സംസ്ഥാനങ്ങളിലും ബി.ജെ.പി അധികാരത്തിൽ വരുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ബി.ജെ.പിയുടെ ഒരു ബി ടീമായി കോൺഗ്രസ് പലയിടങ്ങളിലും ബി.ജെ.പിയെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നതാണ്. ഇപ്പോൾ ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് വന്നു. ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി ഏറ്റവും ഒറ്റപ്പെട്ട് നിൽക്കുകയായിരുന്നു. ആ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ബി.ജെ.പിക്ക് ഒരു തരത്തിലും തിരിച്ചു വരാൻ കഴിയില്ല എന്നാണ് എല്ലാവരും കണക്കാക്കിയത്. കോൺഗ്രസ് എന്ത് ചെയ്തു? കോൺഗ്രസ് ഒന്നിച്ച് കൂട്ടാൻ പറ്റുന്ന സമാജ്വാദി പാർട്ടിയെ പോലുള്ളവരെ അടക്കം അകറ്റിക്കളഞ്ഞു. ഏത് സംസ്ഥാനമെടുത്താലും കോൺഗ്രസ് ബി.ജെ.പിയുടെ ഒരു ബി ടീമായി പ്രവർത്തിക്കുകയാണ്. അവർക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതിനാവശ്യമായ കളമൊരുക്കി കൊടുക്കുകയാണ്. 10 വർഷക്കാലം അധികാരമില്ലാത്തതിൻ്റെ അസ്വസ്ഥത മൂലം ചിലർ കേരളത്തിൽ കടുത്ത വർഗീയത പ്രചരിപ്പിക്കുകയാണ്. വർഗീയ ശക്തികളെ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ നേരിടും. തല പൊക്കുമ്പോൾ തന്നെ ഇല്ലാതാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഈ 10 വർഷം ഏതെങ്കിലും ഒരു പ്രത്യേക അനിഷ്ട സംഭവം വർഗീയ സംഘർഷത്തിൻ്റെ, വർഗീയ കലാപത്തിൻ്റെ ഭാഗമായി ഉണ്ടായോ? വർഗീയ സംഘർഷമുണ്ടായോ? കർക്കശമായ ഇടപെടലുണ്ടാവും. ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ വർഗീയ ശക്തികളെ നേരിടും. തല പൊക്കുമ്പോൾ തന്നെ അതിനനുവദിക്കില്ല. ജാഥാംഗങ്ങൾ ഉൾപ്പെടെയുള്ള LDF നേതാക്കൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. RSPയിൽ നിന്നും രാജിവെച്ച മുതിർന്ന നേതാവ് ഇല്ലിക്കൽ അഗസ്തി ജാഥാ ലീഡർ MV ഗോവിന്ദ മാസ്റ്ററെ സ്വീകരിക്കാനെത്തിയിരുന്നു. കാസർഗോഡ് നിന്നും ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം PV കുട്ടൻ.